അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നവമാധ്യമങ്ങളുടെ സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി കേന്ദ്രീകരിച്ച് ഇസ TV. വളരെ ശ്രദ്ധേയമായ രീതിയിൽ അല്പകാലങ്ങൾക്കുള്ളിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ മാധ്യമ രംഗത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖത്തെ പരിചയപ്പെടുത്തുവാനും നമ്മുടെ ആദർശങ്ങളെ ബഹുസ്വര സമൂഹത്തിൽ സൃഷ്ടിപരമായി എത്തിക്കുന്നതിനും ഇസ TV നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. നമുക്കറിയാം, നവമാധ്യമങ്ങൾ പലപ്പോഴും അധാർമികതയെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക്, മലീമസമായ ഒരു ചുറ്റുപാടിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറ, ന്യൂ ജൻ എന്ന് നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറ അതിവേഗം ആസുരമായ, അഭിശപ്തമായ ഈ മാധ്യമ വലക്കണ്ണികളിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിലാകട്ടെ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആകട്ടെ, എന്തായാലും നവ സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനാത്മകമായ ഈ വളർച്ചയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. പലപ്പോഴും ഈ നെഗറ്റീവ് വശത്തെയാണ് നമ്മുടെ തലമുറ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഒരു തിരുത്ത് എന്ന നിലയ്ക്ക് ഇസ TV വളരെ ശക്തമായ ആദർശ പ്രതിബദ്ധതയുള്ള ഒരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക ആദർശത്തെ ഏതൊരാൾക്കും വിലയിരുത്താനും പഠിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മതപ്രഭാഷകന്മാരെ, വിശിഷ്യ സമസ്തയുടെ മതപ്രഭാഷകന്മാരെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും അവരുടെ കൃത്യതയാർന്ന, വൈവിധ്യമാർന്ന വിഷയ സമുച്ചയങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുവാനുമുള്ള ശ്രമകരമായ ഒരു ദൗത്യം ഇസ TV തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 10,000-കണക്കിന് ആളുകൾ അത് അപ്ലോഡ് ചെയ്യുകയും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നാം നേരത്തെ യുവതലമുറ വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ പുതിയൊരു തരംഗമായി ഇസ TVയിലൂടെ അതിൻ്റെ പിന്നിൽ 10,000-കണക്കിന് ആളുകൾ, അണികളുള്ള ഒരു വലിയ സങ്കേതമായി അത് വളർന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ പ്രഭാഷണങ്ങൾ അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കാനും, മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഇത് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനുമൊക്കെ വലിയ അർത്ഥത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. മാഷാ അല്ലാ, ഇത്തരമൊരു പരിപാടിക്ക് അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ അണിയറ പ്രവർത്തകന്മാർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും പ്രാർത്ഥനയും അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഭീകരമായ രീതിയിൽ സാങ്കേതികവിദ്യ, ടെക്നോളജി വികാസം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മതപ്രസംഗ വേദിക്ക് മുന്നിൽ പോയി 2 മണിക്കൂർ പോയി ഇരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ തിരക്ക് പിടിച്ച ഈ വർത്തമാനകാല ജീവിതത്തിൽ എല്ലാവർക്കും സാധ്യമായ ഒന്നായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് എന്നത് മാത്രമല്ല, ഒരു പ്രഭാഷകൻ്റെ മുന്നിൽ 2 മണിക്കൂർ ഇങ്ങനെ ചടഞ്ഞിരിക്കുക എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒന്നല്ല. പഴയ കാലങ്ങളിൽ ചൂട്ടുകത്തിച്ച് വിദൂര പദങ്ങളിലേക്ക് മതപ്രസംഗങ്ങൾ കേൾക്കാൻ പോയത് മറന്നുകൊണ്ടല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ പുതിയ കാലത്ത്, പുതിയ തലമുറയ്ക്ക് ഏറ്റവും സാധ്യമായ, എളുപ്പത്തിലും സമയത്തെയും ദൂരത്തെയും അതിജയിക്കുന്ന ഈ കാലത്ത് സാധ്യമായ എളുപ്പത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ലോകം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ വളരെ കൃത്യമായ കാര്യങ്ങൾ മാത്രം ഒപ്പിയെടുത്ത്
അനുബന്ധമായി പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പിരിവോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ എസൻസ് വളരെ കൃത്യമായി ഇസാ ടി വി പുറത്തുവിടുകയാണ്. അത് കേട്ടിരിക്കാനും മനസ്സിലാക്കാനും അത് യാത്രയിൽ കേൾക്കാൻ കഴിയും, സന്ദർശനങ്ങളിലും ഒക്കെ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല, മറ്റൊരു സ്ഥലത്ത് പോയി നമ്മൾ ഇരിക്കേണ്ടതില്ല. ആ അർത്ഥത്തിൽ ഇസാ ടി വിയുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്കിടയിൽ ഒരു തരംഗമായി, ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ ഒരുപക്ഷേ കൂടുതൽ വിപുലമായ സംവിധാനത്തോടെയും സൗകര്യത്തോടെയും കൂടി സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ വിശാലമായ സാധ്യതകളെ ഇസാ ടി വി ഉപയോഗപ്പെടുത്തും എന്നത് കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാകണം കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായ SKSSF അതിൻ്റെ ഒട്ടേറെ വൈവിധ്യമായ വിങ്ങുകളിൽ ഒന്നായി ഇസാ ടി വി ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം തന്നെ ഇസാ ടി വിയുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും സംരംഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. അതിൻ്റെ പിറകിൽ വലിയ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂദാബി കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകട്ടെ. പൊതുസമൂഹത്തോടും പ്രസ്ഥാന ബന്ധുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഒട്ടേറെ സമയം നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇസാ ടി വിയുമായി ബന്ധപ്പെടുകയും അതിലെ പരിപാടികൾ മറ്റുള്ളവർക്ക് പകർത്താനും എത്തിച്ചു കൊടുക്കാനുമുള്ള ശ്രമം നടത്തുന്നത് ഒരു ഇബാദത്തായി നമ്മൾ കാണണം. കേവലം ഒരു ടൈം പാസ്സല്ല ഇസാ ടി വി പുറത്തുവിടുന്നത്, അതൊരു ഇബാദത്തായി കണ്ട് മറ്റുള്ളവർക്ക് പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ മനോഹരമായ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദഅവത്തിൽ, ഇസ്ലാമിക് പ്രൊപ്പഗേഷനിൽ നിങ്ങൾ കൂടി പങ്കാളി ആവുകയാണ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാവിധ സ്നേഹാശംസകളും ഈ പ്രവർത്തനത്തിന് ഹൃദയപൂർവ്വം ഞാൻ സമ്മാനിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.